എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് നല്ല ചിത്രങ്ങൾ കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്ന ഇതൊരു ചർച്ച പോലെയാണല്ലേ ചോദ്യങ്ങളും. അപ്പം ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ റോന്ത് എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ജൂൺ 13 റിലീസാവുകയാണ്. നല്ല സിനിമയാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നിങ്ങൾ പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. സൂചിപ്പിച്ചതാണ്, പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു, ഇപ്പോൾ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല, എന്തും സംസാരിക്കാം, ആരെയും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പം ഈ പുതിയ ചിത്രം റോന്ത്, നേരത്തെ പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെ മലയാളിക്ക് വളരെ വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. തിരക്കഥാകൃത്താണ്. അപ്പം ജോസഫിൻ്റെ തിരക്കഥാകൃത്ത്. ആദ്യ ചിത്രം ഇലവീഴ പൂഞ്ചിറയായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ചിത്രമാണ്. ശക്തമായ തിരക്കഥയൊരുക്കിയ തിരക്കഥയും സംവിധാനവും അദ്ദേഹം തന്നെയാണ്. ശ്രീ ഷാഹി കബീർ, എങ്ങനെയാണ് ഈ ഒരു കൊല്ലത്തെ കാണുന്നത്? കൊല്ലം അത്ര സമയമല്ല അങ്ങനെ വന്നിട്ടില്ലാത്ത സ്ഥലമാണ്. ഒരു പ്രത്യേക പോലീസ് ജോലി കയറിയിട്ട് ആദ്യമായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന് കിടക്കുന്ന ഈ ക്യാമ്പിലാണ്. അതാണ് കൊല്ലമായിട്ട് കുറച്ച് നാളുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇല്ല, ഞാൻ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തതാണ്. ഈ സിനിമ കുറച്ചുകൂടെ വ്യക്തിപരമായി, ഇപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും പറയുന്നതിനേക്കാളും വ്യത്യസ്തം എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ബാക്കിയൊന്നും റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ലായിരുന്നു. ഏറെക്കുറെ ഈ സിനിമ എൻ്റെ ജീവിതമായിട്ട് കുറേ ബന്ധപ്പെട്ട, അല്ലെ എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. പിന്നെ അതുവരെ സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, ഇപ്പം നമ്മൾ രണ്ട് റൈറ്റേഴ്സും കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു സപ്പോർട്ടാണ്. ഇതിപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരാൾ ചെയ്യുന്നതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. സിനിമയെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർമാരും മാധ്യമപ്രവർത്തകരുമാണ്. ആർക്കും ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കാം. ഇല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഈ സംവിധായകൻ എന്നുള്ള രീതിയിൽ അഭിനേതാവ്, ഈ ദിലീഷ് പോത്തൻ എന്നുള്ള ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ അഭിനേതാവായി എന്നുള്ളൊരു സംശയം എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ടാകും. അതെങ്ങനെയാണ്? എല്ലാ സാധാരണക്കാരും അഭിനയിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ അഭിനയിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പം നമ്മൾ വളരെ റെയറായിട്ടായിരിക്കും നമ്മളെ എക്സാക്ട്ലി അവതരിപ്പിക്കുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം നമ്മുടെ ചുറ്റുമുള്ളവരോട് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനകത്ത് നമ്മളൊരു കൃത്യത പാലിക്കാറുണ്ട്. അതിനെ നമ്മുടെ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ പ്ലാൻഡായിട്ട് ക്യാമറയ്ക്ക് മുമ്പേ അഭിനയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതത്ര വലിയ സംഭവമൊന്നുമല്ല അഭിനയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റോന്ത് നല്ല അനുഭവമായിരുന്നു. ഷാഹി ഞാനുമായിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണുള്ളത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് മുതൽ ഷാഹിയുടെ ഒപ്പം എൻ്റെ തൊണ്ടി മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഷാഹി. ആ ഘട്ടം മുതൽ ഷാഹിയായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അപ്പം ഷാഹീനെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം പോലീസ് സേനയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്ക് ആഴത്തിൽ പോലീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അതൊരു പോലീസ് ക്യാരക്ടർ ഷാഹിയുടെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഷാഹി കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഷാഹിയോട് പറഞ്ഞു, എനിക്ക് ഷാഹിയുടെ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഇത്രയും ആധികാരികമായിട്ട് ഒരു പോലീസ് ക്യാരക്ടർ അത്ര കൃത്യതയോട് കിട്ടാൻ സാധ്യത ഷാഹിയുടെ അടുത്തുനിന്നേ ഉള്ളൂ. അപ്പം ഷാഹിയുടെ ഒരു കഥാപാത്രം ചെയ്യുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഈ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഷൂട്ടും പരിപാടികളൊക്കെ ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പതുക്കെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ ലൈറ്റായിട്ടായിരുന്നു ഷൂട്ടൊക്കെ. ഭയങ്കര രസമായിരുന്നു. നല്ല അനുഭവമായിരുന്നു. ഷാഹിക്ക് എന്താ പറയുക, ഈ യോനാൻ എന്ന് പറയുന്ന കഥാപാത്രം കുറേയൊക്കെ ഷാഹിയോ അല്ലെങ്കിൽ ഷാഹിക്ക് അത്ര അടുത്തറിയാവുന്നവരൊക്കെ ചേർന്നിട്ടുള്ളൊരു കഥാപാത്രം തന്നെ ആയിരുന്നുകൊണ്ടായിരിക്കാം ഷാഹിക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഓരോ കാര്യത്തിലും അത്ര കൃത്യതയോടുകൂടിയാണ് അത് ചെയ്തിരുന്നത്. നമുക്ക് ആ നിലയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഡയറക്ടർ എന്ന നിലയിൽ. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. അപ്പം ഇപ്പോൾ ഈ പുതിയ സിനിമയിൽ അഭിനയിക്കുമ്പോഴും
അല്ല, ഈ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും പോലീസുകാർ കുറവാണ്. അപ്പം ഷാഹിക്ക് പോലീസിനെ കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് ആരെയും പോലീസാക്കാൻ എളുപ്പമാണ്. എനിക്കത്ര ധാരണയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും പോലീസുകാരെ ഉപയോഗിച്ചത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വ്യത്യാസം എന്ന് പറയുന്നത്. കുറേ കൂടെ എൻ്റെ അനുഭവങ്ങളുള്ള സിനിമ ഇതാണ്. ബാക്കി എല്ലാ സിനിമകളും ഒരു കഥ തന്നെയാണ്, അത് ഉണ്ടാക്കിയെടുത്ത കഥകളാണ്. ചില ഇൻസ്പിറേഷൻ ഉണ്ട്, അല്ലാതെ ബാക്കി യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാനല്ല. ഇതൊരു അല്ലല്ല, ജീവിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. ഇത് ഒരു നൈറ്റ് പെട്രോളിങ്ങിൻ്റെ സ്റ്റോറിയാണ്. ഒരു രാത്രി 2 പോലീസുകാർ നടത്തുന്ന പെട്രോളിംഗ് ആണ്. ഒരു സീനിയർ പോലീസുകാരനും ഒരു ജൂനിയർ പോലീസുകാരനും കൂടെ നടത്തുന്നൊരു പെട്രോളിംഗ് ആണ്. അതിൻ്റെ അകത്ത് 2 ക്യാരക്ടറുകൾ, അവരുടെ ഇടയിലുള്ള ഇഷ്യൂസ്, അവരുടെ ലൈഫിലെ ഡ്രാമകൾ. ഇതും നമ്മൾ ഒരു രാത്രി എങ്ങനെയാണ് നിങ്ങൾക്കൊരു പോലീസുകാർ പ്രവർത്തിക്കുന്നതെന്നൊക്കെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അത്തരം കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണിത്. ഇതിൻ്റെ ഷൂട്ട് ചെയ്തത് ഇരട്ടിയിലാണ്. പിന്നെ ഈ സിനിമ നേരത്തെ പറഞ്ഞവർക്ക് എൻ്റെ എല്ലാ സിനിമകൾക്കും ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. ഇത് ഒരു ത്രില്ലറല്ല, ഇതൊരു ഡ്രാമയാണ്. സത്യസന്ധമായി പറഞ്ഞ പോലീസ് ജോലിയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു സിനിമ. അങ്ങനെ ഒരു സമയത്ത് തോന്നിയാണ് അത്. ഞങ്ങൾ കോട്ടയത്ത് ക്യാമ്പിലുള്ള സമയത്ത് എൻ്റെ സുഹൃത്തുണ്ട് ഇപ്പം നിതീഷ് ജി, അല്ല ഇലവിളാപ്പൻ റൈറ്റേഴ്സാണ്, നിതീഷ് ജി മാറാട്. ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാവുകയും ആദ്യമായി ഞാൻ കോളേജിലോ സ്കൂളിലോ ഒന്നും കഥ എഴുതിയിട്ടില്ല. നിതീഷ് സാറ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. പുറൈ ഷായി സാറ്. ഇതിൻ്റെ അകത്ത് ശരിക്കും എന്നെ എഴുത്തുകാരനാക്കിയ ആരാണെന്ന് ചോദിച്ചാൽ നിതീഷ് സാറാണെന്ന് പറയേണ്ടി വരും. കാരണം കോളേജ് സമയങ്ങളിലൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ആദ്യമായി പുള്ളിയാണ് എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. എന്നെക്കൊണ്ട് ഷോർട്ട് സ്റ്റോറി എഴുതിക്കാൻ നിർബന്ധിച്ചത് പുള്ളിയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പുള്ളി എന്നെ നിർബന്ധിച്ചതെന്നൊന്നും അറിയില്ല. അങ്ങനെ എഴുതിയൊരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നാണ് പിന്നീട് സിനിമയിലെത്തുന്നത്. ഷാഹിക്ക് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. രണ്ടിനും ഒരെണ്ണം ബെസ്റ്റ് ഡെബ്യൂട്ടോറിയൽ ഡയറക്ടർ എന്നുള്ള അവാർഡാണ് കിട്ടിയത്. രണ്ടാമത്തത് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് നായാട്ടിനാണ് നാഷണലിൽ സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് കിട്ടിയത്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ഒരു സിനിമ മേഖലയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ ക്രാഫ്റ്റ്സ്മാൻ ആകുന്നു, ഫിലിം മേക്കർ ആകുന്നു. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് പരിശോധിച്ചാൽ അറിയാം, എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ്. അപ്പോൾ ഇവിടെ ശ്രീമാർ പറഞ്ഞു അദ്ദേഹം പോലീസ് സ്റ്റോറി മാത്രമേ എഴുതിയിട്ടുള്ളൂ. പോലീസ് സ്റ്റോറി അല്ലാതെയും എഴുതുന്നതിൻ്റെ ഒരു തുടക്കമാണ്. ഇതിനകത്ത് അധികം പോലീസ് വിഷയങ്ങളില്ല, പക്ഷേ പോലീസുകാർ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ കൂടുതലും വേറൊരു രീതിയിൽ ഒരു മേക്കിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീസറും ഒക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ മറ്റ് സ്റ്റോറികളും ചെയ്യാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കഴിവുണ്ടാവും. ദിലീഷ് പോത്തൻ, ഷാഹി ടീം വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നേറുകയാണ്. ഇരുവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒഴിച്ച് ചിത്രവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാൻ പറ്റും. കൂടുതലും നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇത് വെളിയിലോട്ട് വരേണ്ടത്. നമ്മൾക്ക് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിച്ചാൽ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം. ചിരി ഒട്ടും ചീപ്പല്ല, ചിരിയാണ് ഏറ്റവും പാട്. അതുകൊണ്ടാണ് അതിൽ ഏറ്റവും കുറവ് കോമഡി സിനിമകൾ ഉണ്ടാകുന്നത്. നമ്മളൊരു ബാക്കി ത്രില്ലടിപ്പിക്കാനൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട്. അപ്പം ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പലതും പരാജയപ്പെടുന്നത് കൊണ്ടും കൂടിയാണ് അത്ര സിനിമകൾ കുറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നില്ല, ഒരു നല്ല കോമഡി പടം വന്നു കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ഇവിടെ. പക്ഷേ അത് സാധിക്കാത്തത് അത് ഇച്ചിരി പാടായതുകൊണ്ടാണ്.
എനിക്ക് കറക്റ്റ് അറിയില്ല, എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമാണ് അല്ലേ, കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ച് വയലൻസ്, കാരണം കൂടുതലായിട്ടുള്ള സിനിമകൾ വരാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവില്ലായ്മയാണ്, ക്ഷമിക്കുക. കാരണം എനിക്ക് ആ സമയത്ത് ശരിക്കും ഇവിടുത്തെ പ്രേക്ഷകരെല്ലാം അല്ലെ കൊറിയൻ സിനിമകളും അത്തരം സിനിമകളുടെ ആരാധകരായി മാറിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനത്തെ ഒരു ട്രെൻഡ് എന്നെനിക്ക് തോന്നുന്നു. ഇല്ല, അത് ഞാൻ പറയാം, അങ്ങനത്തെ ഒരു സിനിമ അല്ല ആക്ച്വലി ഇത്. പക്ഷെ ഇതിൻ്റെ അകത്തും എനിക്കുള്ളൊരു പ്ലസ് ഞാൻ പറയാം. ഞാൻ അതിൻ്റെയും പ്രൊമോഷൻ്റെ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ചാക്കോച്ചൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ ഇവിടെയും തീർത്ത് പറയാൻ പറ്റുന്നുണ്ട്, പോത്തേട്ടൻ്റെയും റോഷൻ്റെയും പെർഫോമൻസ് തന്നെ ആയിരിക്കും ഈ സിനിമയുടെ ഹൈ എന്ന്. ആ സിനിമയിൽ യൂണിഫോം ഇടേണ്ടി വന്നില്ല, ഇതിൽ ഫുൾ ടൈം യൂണിഫോമിലാണ്. അല്ല, എനിക്ക് കൂടുതൽ എന്നാ പറയുക, താല്പര്യവും ഡീപ്പായിട്ട് വർക്ക് ചെയ്യാനും കോൺഫിഡൻസും ഉള്ളത് സംവിധായകൻ എന്ന നിലയിലാണ്. ആക്ടർ എന്ന നിലയിൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് ഒന്നുമല്ല. ഞാൻ മറ്റു പലരുടെയും നമ്മുടെ സംവിധായകരുടെ ബലത്തിൽ അങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. ആ എന്താന്ന് എനിക്ക് ക്ലിയർ, ഓവർ തിങ്കിങ് ഇല്ല, അത് സംവിധായകൻ എന്ന നിലയിലാണ് അതിനെ കൂടുതൽ ആഴത്തേക്കാണ്. മറ്റ് ഞാൻ വിശ്വസിക്കുന്നത് ആക്ടർ എന്ന് പറയുന്നത് അങ്ങനെ അത്രയും എഫേർട്ട് എടുക്കേണ്ട ആളല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കുറച്ചും കൂടെ ഒരു ഡയറക്ടറിനെ ഫോളോ ചെയ്യുന്ന ആക്ടറാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള ഭയങ്കര കോൺട്രിബ്യൂഷൻസിലല്ല ഒരു ആക്ടറായിട്ട് പോകുന്നത്. ഞാനൊരു കറക്റ്റ് ഡയറക്ടർ വരയ്ക്കുന്ന വരെ കൂടെ പോയി എൻ്റെ കഥാപാത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ആക്ടറാണ്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ ആക്ടിങ്ങിനെ കുറിച്ച് വലുതായിട്ട് ബോധേഡല്ല. ഞാൻ അത്ര ആലോചിക്കുകയോ, വളരെ കുറച്ച് എഫേർട്ടും പ്രിപ്പറേഷനുമാണ് ഞാൻ ആക്ടർ എന്ന നിലയിൽ എടുക്കാറ്. അതിൻ്റെ 10 മടങ്ങ് ഞാൻ സംവിധായകൻ എന്ന നിലയിൽ എടുക്കാറുണ്ട്. ഇത് പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, ഇത് നൈറ്റ് പെട്രോളാണ്, 2 ഓഫീസേഴ്സാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും റോഷൻ പോത്തനുമാണുള്ളത്. പിന്നീട് നമുക്ക് ലക്ഷ്മി, ആർ ജെ മിഥുൻ്റെ വൈഫുണ്ടല്ലോ, എനിക്കറിയായിരിക്കും, ലക്ഷ്മിയുണ്ട്. പിന്നെ ഒരു കൃഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. പിന്നെ സുധി കോപ്പ, ചെറിയ ചെറിയ റോൾസ്, അങ്ങനത്തെ ഒരു കഥയാണ്. അങ്ങനെ ചിരിപ്പിക്കുക എന്നുള്ള ചിന്തയില്ല. ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്, പോത്തേട്ടൻ പറഞ്ഞതാണ് ശരി. കാരണം ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ഒരു ത്രില്ലർ സിനിമകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ആവറേജിൽ നിൽക്കും, താഴത്തോട്ടും പോയില്ല, ചിലപ്പോഴേ ഉള്ളൂ ഭയങ്കര ഹൈ ആവത്തുള്ളൂ. ഒരു ത്രില്ലർ സിനിമയുടെ സക്സസ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ചിരി സിനിമകളുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിരിക്കും. അത് നാണക്കേടാ, പിന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ സേഫ് സോൺ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ചിന്തയില്ല. പിന്നെ എനിക്ക് കുറച്ചുകൂടെ മനുഷ്യരുടെയൊക്കെ കഥ പറയുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെയാണ് എനിക്ക് വർക്കാവുന്നത്. അപ്പോൾ എൻ്റെ സേഫ് സോണിൽ ഞാൻ പടം ചെയ്യുന്നു എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു വിട്ടോട്ടെ, നമ്മളെയൊന്നും ബാധിക്കാറില്ല. അല്ല, ഇപ്പം OTT പ്രധാന ഘടകം അല്ലാതെ മാറിയിരിക്കുകയാണ്. ഇപ്പം ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഫാക്ടർ. OTTയുടെ പ്രസക്തി കുറഞ്ഞാണ് വരുന്നത്. കാരണം
അതൊരു പ്രധാന ഇൻകം സോഴ്സ് അല്ലാണ്ടായിരിക്കുകയാണ്. പിന്നെ മാർക്കറ്റിംഗ് വേണം ഇല്ലയെന്നല്ല, അത് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. നമ്മളിപ്പം കേരളത്തിലൊരു മലയാള സിനിമ ഇറങ്ങുമ്പം ബേസിക്കായിട്ട് ആ പടത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇവിടുത്തെ ഓഡിയൻസ് എന്നതിനപ്പുറത്തേക്ക് വലിയ മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പടം നല്ലതാണെങ്കിൽ ഓടും, ഇല്ലെങ്കിൽ ഓടത്തില്ല. അതിനകത്തിപ്പം വലിയ തർക്കമൊന്നുമില്ല. നമ്മുടെ എല്ലാ മുൻകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. 99% കേസുകളിലും നല്ല ആളുകൾക്ക് താല്പര്യമുള്ള സിനിമകൾ അവർ കാണും, മറ്റുള്ളവരോട് അഭിപ്രായം പറയും, ആൾക്കാർ വന്ന് കാണും. അതാണ് റിയാലിറ്റി. പിന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പരിചയപ്പെടുത്തുക പ്രോഡക്റ്റിനെ. അതിനപ്പുറത്തേക്ക് അതിന് വലിയ കേരളത്തിൽ ഭയങ്കര ഒരു മാർക്കറ്റിംഗ് പ്രസക്തി ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പറഞ്ഞപ്പം മാസം അങ്ങ് പറഞ്ഞു പോയതാണ്. എൻ്റെ മാസമാണോ നിങ്ങളുടെ മാസം എന്ന് എനിക്കറിയത്തില്ല. അല്ല, അങ്ങനെയല്ല. ഞാൻ എൻ്റെ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യണം എന്നുള്ള പ്രതീക്ഷ വേണം. അതെ, തീർച്ചയായിട്ടും. അത് നേരിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു കാഴ്ചയോ കാണുമ്പോൾ അതിൽ നിന്ന് നേരെ ഒരു സിനിമയിലേക്ക് പോകുന്നതിന് പകരം അത് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് നമ്മുടെ വേറൊരു ചിന്തയുടെ ഭാഗമായിട്ട് അത് അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ അത് ഉറപ്പായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതൊരു നേരിട്ടുള്ളൊരു സ്വാധീനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത്ര റിസൾട്ടീവ് ആയിരിക്കില്ല, അത്ര പെട്ടെന്നുള്ള റിസൾട്ട് ആയിരിക്കില്ല. തീർച്ചയായിട്ടും പല സിനിമകൾ അല്ല ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിവിടെ പ്രദർശനത്തിൽ ഇങ്ങനെ ഒരു ഫോട്ടോ കാണുമ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തിനോരം ചിന്തകളെ ഉണർത്തുന്നത്. എനിക്ക് ആ ഫോട്ടോയുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഓർമ്മകളും എല്ലാം അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്, അതിനെ കൂട്ടി വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം ആന ഓടിക്കുമ്പം ഏത് അപ്പോൾ അതൊരു കാഴ്ചയെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ എഴുത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ ഇപ്പം ഓരോ വിഷയമൊക്കെയാണ്. ഞാനിപ്പം ഗൂഗിളിലൊക്കെ വെറുതെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കാറുണ്ട്. ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ്, ആ വിഷയവുമായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ റാൻഡം കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും എഴുത്തൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടായി വരാറുണ്ട്. നമ്മുടെ ഈ ഫിലിമിൽ എപ്പോഴും ഒരു ഡീഗ്രേഡിങ്ങിനെ പേടിക്കുന്നവരാണ് ഈ പടം ഇറങ്ങുന്നിടം വരെയും എല്ലാ ഫിലിം മേക്കേഴ്സും. അപ്പോൾ അത്തരം ഡീഗ്രേഡിങ് യൂട്യൂബറെ കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് പേടിയാണ്. അതുപോലെ ബുക്ക് മൈ ഷോയിൽ റിവ്യൂ മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലർക്കും പേടിയാണ്. അപ്പോൾ അതൊരു ഡീഗ്രേഡിങ് വരുന്ന ഒരു കാലഘട്ടത്തിനെതിരെയുള്ള അത്തരം സമീപനത്തിനെതിരെയുള്ളൊരു ഫിലിം ഈയിടെ റീസെൻ്റായിട്ട് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ വന്നു. അതിനുശേഷം വലിയ ഡീഗ്രേഡിങ് വരത്തില്ലെന്ന് വിചാരിക്കാം. എന്തായാലും ശരി, ഇത്തരം സംരംഭങ്ങൾ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ ഇരുവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.